ഒരു കാലത്ത് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത് ഉപയോഗിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ഇന്ന് ആയുധങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യമായി മാറിയിരിക്കുന്നു. ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധ മേഖലയിലെ ഏറ്റവും അഭിമാനാർഹമായ നേട്ടമാണത്. ഒരു കാലത്ത് നമ്മൾ അനവധി രാജ്യങ്ങളുടെ ആയുധങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു. എന്നാൽ ഇന്ന് യൂറോപ്പിലെ തന്നെ പല രാജ്യങ്ങളും ഇന്ത്യയുടെ ആയുധങ്ങളിൽ നോട്ടമിട്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം ഏത് സാഹചര്യത്തിലായിരുന്നു പഴയ കാലത്തെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. അത്യാധുനികമായ ആയുധങ്ങൾക്ക് വേണ്ടി യൂറോപ്യൻ ശക്തികളെയോ അമേരിക്കയോ ആശ്രയിക്കേണ്ടി വന്ന ഒരു രാജ്യം, അല്ലെങ്കിൽ റഷ്യയെ ആശ്രയിക്കേണ്ടി വന്ന ഒരു രാജ്യം, ഇന്ന് പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഏഷ്യൻ രാജ്യങ്ങൾക്കും ആയുധങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. താമസിയാതെ ഇന്ത്യയുടെ ആയുധ വിപണി യൂറോപ്പും ഏഷ്യയും കടന്ന് ആഫ്രിക്കയിലേക്കും ലാറ്റിൻ അമേരിക്കയിലും അങ്ങനെ എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും വ്യാപിക്കും എന്ന് തന്നെയാണ് പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ ഇന്ത്യക്കാർക്ക് സന്തോഷമാകുന്ന, അഭിമാനിക്കാവുന്ന ഒരു വാർത്തയാണ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഒരു മിസൈൽ ഒരു യൂറോപ്യൻ രാജ്യത്തിന് വിൽക്കുന്നു. എന്നാൽ ആ യൂറോപ്യൻ രാജ്യത്തിന് വിൽക്കുന്നതിലൂടെ ഇന്ത്യക്ക് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ ഒരു പണി തന്ന രാജ്യത്തിനിട്ട് ഒരു മറുപണി കൂടി ആവുകയാണ്. അത് മറ്റാർക്കുമല്ല, തുർക്കിക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് തന്നെയാണ് ഈ ആയുധ വിൽപ്പന. ഇന്ത്യ ആയുധം നൽകുന്നത് ഒരു കാലത്ത് വളരെ സാംസ്കാരിക സമ്പന്നമായ യൂറോപ്പിലെ ഗ്രീസ് എന്ന രാജ്യത്തിനാണ്. വളരെ വികസിതമായ ഒരു രാജ്യമാണ് ഗ്രീസ്. ആ രാജ്യം ഇന്ന് ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങാൻ ഒരുങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ DRDO വികസിപ്പിച്ചെടുത്ത ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ LRLCM ഇന്ത്യ ഓഫർ ചെയ്തുവെന്ന് ഗ്രീസിലെയും തുർക്കിയിലെയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ അധികൃതരാരും തന്നെ അത് ഇന്ത്യയുടെയും ഗ്രീസിന്റെയും അധികൃതർ പ്രതികരിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ മിസൈലിന്റെ വിൽപ്പനയെക്കുറിച്ച് ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നത് കൊണ്ടാകാം ഒരുപക്ഷെ പ്രതിരോധ രംഗത്തുള്ളവർ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാത്തത്. 2024 ആദ്യ പരീക്ഷണം നടത്തിയ മിസൈലാണ് LRLCM. ഇതിന് 1500 കിലോമീറ്റർ ആക്രമണ പരിധിയുണ്ട്. ഇത് സൂപ്പർസോണിക് മിസൈൽ അല്ല, സബ്സോണിക് വിഭാഗത്തിൽപ്പെടുന്ന മിസൈലാണ്. അതായത് ശബ്ദത്തിനേക്കാൾ കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈൽ. DRDOയുടെ നിർഭയ് മിസൈൽ പദ്ധതിയിൽ നിന്നാണ് ഈ മിസൈൽ ഇന്ത്യ വികസിപ്പിച്ചത്. മണിക് ടർബോഫാൻ എഞ്ചിനിലാണ് ഈ മിസൈൽ പ്രവർത്തിക്കുന്നത്. ഈ എഞ്ചിൻ നമ്മുടെ പ്രതിരോധ ഗവേഷണ സംഘടന DRDO തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ച ഒരു എഞ്ചിനാണ്. ഈ മിസൈലിന് കുത്തനെ വിക്ഷേപിക്കാനും ഭൗമോപരിതലത്തോട് ചേർന്ന് സഞ്ചരിക്കാനും കഴിവുള്ള മിസൈലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ റഡാർ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കും. ഈ മിസൈൽ ഏതൻസിൽ വെച്ച് നടന്ന DIFA 25 എന്ന പ്രതിരോധ മേളയും പ്രദർശിപ്പിച്ചിരുന്നു. അതിലൂടെ ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങൾക്കും മറ്റുമൊക്കെ ഈ മിസൈൽ നൽകാനുള്ള താല്പര്യവും കൂടിയാണ് അതിലൂടെ പ്രകടിപ്പിച്ചത്. ഇന്ത്യയും ഗ്രീസും തമ്മിൽ വളരെ കാലമായി തന്നെ പ്രതിരോധ രംഗത്ത് പരസ്പരം സഹകരിക്കുന്നുണ്ട്. ഇന്ത്യ മറ്റു രാജ്യങ്ങളോട്, സൗഹൃദ രാജ്യങ്ങളോട് സഹകരിക്കുന്നത് പോലെ ഗ്രീസിനോടും സഹകരിക്കുന്നുണ്ട്. നിയുക്ത സൈനികാഭ്യാസങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ശരിക്കും ഇന്ത്യക്ക് ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു പണി തന്ന രാജ്യമാണ് തുർക്കി. പാകിസ്ഥാന് ഡ്രോണുകളും മറ്റുമൊക്കെ നൽകി പ്രത്യക്ഷത്തിൽ പിന്തുണ നൽകിയ രാജ്യമാണ് തുർക്കി. അതുകൊണ്ട് തന്നെ ഈ ഇടപാടിൽ ഏറ്റവും അധികം അസ്വസ്ഥരാകുന്നത് ആ രാജ്യം തന്നെയാണ്. കാരണം തുർക്കിയും ഗ്രീസും തമ്മിലുള്ള ശത്രുത വർഷങ്ങളായി തന്നെ ഉള്ളതാണ്. അതൊരു പ്രത്യേക സ്ഥലവുമായി ബന്ധപ്പെട്ട തർക്കമാണ്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അടുത്തിടെ സന്ദർശിച്ച സൈപ്രസിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ തുർക്കിയുടെ കീഴിലാണ്. വളരെ ടൂറിസം രംഗങ്ങളിലൊക്കെ പുരോഗമിച്ചിരുന്ന ഒരു ഭാഗമായിരുന്ന സൈപ്രസിൻ്റെ ആ ഭാഗത്തെ കീഴടക്കി ഒരു പ്രേത നഗരം പോലെ ആക്കി മാറ്റി ആ നഗരത്തെ നശിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ തുർക്കിക്കും ഗ്രീസിനും ഇടയിൽ കുറേ കാലമായി തന്നെ സൈപ്രസുമായി ബന്ധപ്പെട്ട ശത്രുത നിലനിൽക്കുന്നുണ്ട്. തുർക്കിയുടെ ശത്രു രാജ്യങ്ങൾക്ക് ആയുധം നൽകുന്നതിലൂടെ തുർക്കിക്ക് കൃത്യമായി തന്നെ ഒരു മറുപണിയാണ് ഇന്ത്യ നൽകുന്നത്. ഇന്ത്യ പഴയ ഇന്ത്യ അല്ല. ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിയുടെ കാലത്തിന് ശേഷം ഒരു ചെറിയ രീതിയിൽ പ്രതാപം അസ്തമിച്ചു പോയ ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. എന്നാൽ ഇപ്പോൾ ആ പ്രതാപം വീണ്ടെടുത്തിരിക്കുകയാണ്. പ്രധാനമായും പ്രതിരോധ രംഗങ്ങളിലും ശാസ്ത്ര ഗവേഷണ രംഗങ്ങളിലുമൊക്കെ ഇന്ത്യ അതിൻ്റെ പ്രതാപം കാണിക്കുകയാണ് ഇപ്പോൾ. ഈ ഒരു മിസൈൽ ഗ്രീസിന് കിട്ടുന്നതോടുകൂടി തുർക്കിയിലെ ഏതൊരു ലക്ഷ്യത്തെയും ആക്രമിക്കാൻ ഗ്രീസിന് സാധിക്കും എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇന്ത്യൻ ആയുധങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം
അതിൻ്റെ ഗുണനിലവാരം മാത്രമല്ല, അതിൻ്റെ വിലക്കുറവ് കൂടി കൊണ്ടാണ്. നോക്കൂ, നമ്മൾ ചന്ദ്രയാൻ എത്രമാത്രം കുറഞ്ഞ ചെലവിലാണ് നടത്തിയത്. ബഹിരാകാശ രംഗത്ത് നമ്മൾ എത്ര കുറഞ്ഞ ചെലവിലാണ് വിദേശ രാജ്യങ്ങളുടെ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ പ്രതിരോധ രംഗത്തും വളരെ കുറഞ്ഞ ചെലവിൽ സാങ്കേതികവിദ്യ വികസിപ്പിച്ച് വളർത്തിയെടുത്ത് ഗവേഷണങ്ങളിലൂടെ കുറഞ്ഞ ചെലവിൽ പലതും വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഇന്ത്യക്കുണ്ട്. ആ ഒരു കഴിവ് ഇന്ത്യ ഉപയോഗിച്ചാൽ ഇന്ത്യക്ക് അതിൽ ഒരുപാട് സാധ്യതകളാണ് ഉള്ളത്. അമേരിക്കയുടെയും റഷ്യയുടെയും ഫ്രാൻസിൻ്റെയും ഒക്കെ ആയുധങ്ങൾ വളരെ വില കൂടിയതാണ്. അത് വാങ്ങാൻ സാധിക്കാത്ത ഒരുപാട് രാജ്യങ്ങൾ ലോകത്തുണ്ട്. അവർക്ക് ഇന്ത്യയുടെ ആയുധങ്ങൾ ഒരാശ്വാസമാണ്. കാരണം ഇന്ത്യക്ക് വളരെ മികവുറ്റ ആയുധങ്ങൾ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഗ്രീസുമായുള്ള ഈ പ്രതിരോധ സഹകരണം കൂടുതൽ രാജ്യങ്ങളിലേക്ക് ആയുധ വിപണി വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ഒരു സാധ്യതയായി നിലനിൽക്കുന്നു. ആയുധങ്ങൾ വിറ്റ് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് ചിലർ പറയുമായിരിക്കാം. പക്ഷേ ഇന്ത്യ മാത്രം മാറിയിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ലോകത്തുള്ള പല രാജ്യങ്ങളും ആയുധ വിപണിയിൽ മുന്നേറുമ്പോൾ ഇന്ത്യ പിന്നോക്കം പോകുന്നത് ശരിയല്ല, പ്രത്യേകിച്ച് നമ്മുടെ അയൽ രാജ്യമായ ചൈന. അതുകൊണ്ട് തന്നെ ഇന്ത്യയും സാധ്യമായ എല്ലാ മേഖലകളിലൂടെ രാജ്യത്തിന് വരുമാനമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക തന്നെയാണ് നല്ലത്. അതിലൂടെ ഇന്ത്യയുടെ സാങ്കേതികമായ പേരും പെരുമയും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ കാരണമാകും. ഇന്ത്യ ഫിലിപ്പീൻസിന് ബ്രഹ്മോസ് മിസൈൽ നൽകി. ഇപ്പോൾ ചില യൂട്യൂബ് ചാനലുകളിലെല്ലാം തന്നെ ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് പറയുന്നുണ്ട്, ആകാശ് മിസൈലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ ആകാശ് മിസൈലിനെ കുറിച്ച് അവർ അഭിമാനത്തോടുകൂടി വീഡിയോകൾ അവതരിപ്പിക്കുന്നുണ്ട്. അവരുടെ സ്വന്തം അഭിമാനമായ മിസൈലുകൾ എന്ന നിലയിൽ അവർ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയതാണ്, ഇന്ത്യൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചതാണെന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ബ്രഹ്മോസ് ഇന്ത്യ റഷ്യ സഹകരണത്തിലൂടെ ഉരുത്തിരിഞ്ഞതാണെങ്കിലും അത് ഇന്ത്യയുടെ മിസൈൽ തന്നെയാണ്. എന്നാൽ അത് മറ്റൊരു രാജ്യത്തിന് വിൽക്കണമെങ്കിൽ റഷ്യയുടെ കൂടെ അനുവാദം വേണം എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ ആയുധ വിപണി എന്നല്ല, ലോകത്ത് പല മേഖലകളിലും ഇന്ത്യ നേട്ടം കൈവരിക്കട്ടെ. അതിലൂടെ രാജ്യത്തിന് ധാരാളം സമ്പത്ത് വന്നു ചേരട്ടെ.